Hi dears, Nishi's Kitchen Vlogs ilekku swagatham. Innu undakkittulladu oru adipoli Vazhuthinanga curryanu. Vazhuthinanga Rasavangi. Idu oru Tamil Nadu style curryanu. Idu കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 വഴുതിനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുമ്പ് കറിയിലേക്ക് അരച്ച് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 4 പിരിയൽ മുളക്, ഏകദേശം 1 ടീസ്പൂണിന്റെ അടുത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കറിവേപ്പിലയും കൂടെ വേണം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ എടുത്തു വെച്ചതെല്ലാം കൂടെ ഇതിലേക്ക് ഇടാം. ഇതിനി ഇളക്കി വറുത്തെടുക്കാം. ഇതിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി വറുത്തെടുക്കാം. ഇപ്പം തേങ്ങയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ അധികം ബ്രൗൺ ഒന്നും ആവണ്ട, കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. വറുത്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി വഴുതിനങ്ങ മുറിച്ചെടുക്കാം. ഞാനിപ്പോ ഈ സൈസിനുള്ള വഴുതിനങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ നടുക്കെ മുറിച്ച് 4 ഇങ്ങനെ മുറിക്കുകയാണ്. ഇങ്ങനെ മുറിച്ച് പിന്നെ ആദ്യം നടുക്കെ മുറിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന വഴുതിനങ്ങയുടെ സൈസിനനുസരിച്ച് ഏകദേശം ഈ സൈസിന് മുറിക്കാം. ഏത് ടൈപ്പ് വഴുതിനങ്ങ വേണമെങ്കിൽ എടുക്കാം. വഴുതിനങ്ങയെല്ലാം മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് തീ കത്തിക്കാം. ചട്ടി ചൂടാവുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഇത് നല്ലെണ്ണയിൽ തന്നെ ചെയ്താലേ ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടൂലോ. നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ മുറിച്ച് വെച്ച വഴുതിനങ്ങ ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് സമയം ഇളക്കി ഫ്രൈ ചെയ്ത പാകത്തിന് ആക്കിയെടുക്കാം. ഇപ്പോൾ വഴുതിനങ്ങ ചെറുതായി ഫ്രൈ ആയി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം. ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള ഉരുളപ്പുളി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാം. ഇതിന് തിളപ്പിക്കാം. അത് തിളക്കുന്ന സമയം വറുത്തെടുത്തത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഇതിന്റെ പകുതി ലെവലിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വഴുതിനങ്ങ പുളിവെള്ളം ചേർത്തിട്ട് ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി മിക്സിയിൽ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പരിപ്പ് വേവിച്ച് ചേർക്കണം. ഇത് കുറച്ച് തുവരപ്പരിപ്പ് വേറെ തന്നെ കുക്കറിൽ വേവിച്ചെടുത്താണ്. ഈ വേവിച്ചെടുത്ത തുവരപ്പരിപ്പ് 1/2 കപ്പ് ഉണ്ട് ഏകദേശം. ഇതിലേക്ക് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇപ്പം ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. പിന്നെ കടുക് താളിച്ച് ചേർക്കണം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതിട്ട് വറുത്തെടുക്കാം. ഇത് ഇളക്കി ബ്രൗൺ നിറാവുന്ന വരെ വറുത്തെടുക്കാം. തേങ്ങ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇതിനെ തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം.
ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി കടുക് താളിച്ച് ചേർക്കണം. അതിനു മുമ്പ് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കടുക് താളിക്കാൻ വേണ്ടി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 നുള്ളി കായപ്പൊടി ചേർത്ത് തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. കറി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ വറുത്തതും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.